പണ്ട് കുന്നുകൾക്കും പച്ചപ്പിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പട്ടണത്തിൽ ലില്ലി എന്നു പേരുള്ള തിളങ്ങുന്ന കണ്ണുകളുള്ള ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു. 10 വയസ്സുള്ളപ്പോൾ അവൾ ജിജ്ഞാസയും അദ്ഭുതവും നിറഞ്ഞവളായിരുന്നു. ചുറ്റുമുള്ള ലോകത്തെ പര്യവേക്ഷണം ചെയ്യാൻ എപ്പോഴും ഉത്സുകയായിരുന്നു. കുടുംബത്തോടൊപ്പം സുഖപ്രദമായ ഒരു കോട്ടേജിലാണ് ലില്ലി താമസിച്ചിരുന്നത്. അവളുടെ പിതാവ് ബെന്നി കഠിനാധ്വാനിയായിരുന്ന ഒരു മരപ്പണിക്കാരനായിരുന്നു. എല്ലായ്പ്പോഴും തന്റെ നൈപുണ്യമുള്ള കൈകളാൽ മനോഹരമായ ഫർണിച്ചറുകൾ നിർമ്മിക്കുന്നു. അവളുടെ അമ്മ മോളി ദയുള്ള ഒരു ഗൃഹനാഥയായിരുന്നു. അവരുടെ വീട്ടിൽ ഊഷ്മളതയും സ്നേഹവും നിറച്ചു. ഒരു സൂര്യപ്രകാശമുള്ള ഉച്ചതിരിഞ്ഞ് ലില്ലിയും ടിൻഡുവും അവരുടെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണുകിടക്കുന്ന ഇലകളുടെ കൂമ്പാരത്തിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന പൊടിപിടിച്ച ഒരു പഴയ പുസ്തകത്തിൽ അവർ ഇടറി വീണു. ആവേശത്തോടെ അവർ അഴുക്ക് നീക്കം ചെയ്യുകയും അത് തുറന്ന് അതിശയകരമായ കഥകളും നിഗൂഢമായ സാഹസികതകളും നിറഞ്ഞ പേജുകൾ കണ്ടെത്തുകയും ചെയ്തു. നോക്കൂ ടിൻഡു, ഇത് കഥകളുടെ നിധിയാണ്, ലില്ലി ആക്രോശിച്ചു. അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. ടിൻഡു ചെവിയിൽ നിന്ന് ചെവിയിലേക്ക് ചിരിച്ചു. അവന്റെ ഭാവന ഇതിനകം തന്നെ സാധ്യതകളോടെ ഓടിക്കൊണ്ടിരുന്നു. നമുക്ക് ഒന്ന് വായിക്കാം ലില്ലി. ഒരുപക്ഷേ നമുക്ക് ഒരു യഥാർത്ഥ നിധി കണ്ടെത്താം. ആകാംക്ഷയോടെ ലില്ലി ഉറക്കെ വായിക്കാൻ തുടങ്ങി. ഇരുവരെയും മാന്ത്രികതയുടെയും അദ്ഭുതത്തിന്റെയും ലോകത്തേക്ക് കൊണ്ടുപോയി. മണിക്കൂറുകൾ കടന്നുപോയപ്പോൾ അവർ മാന്ത്രിക വനങ്ങളിലൂടെ യാത്ര ചെയ്തു. ഉഗ്രമായ ഡ്രാഗണുകളോട് യുദ്ധം ചെയ്തു. കുലീനരായ നൈറ്റ്സുമായി സൗഹൃദം സ്ഥാപിച്ചു. ടിൻഡു ആവേശത്തോടെ തലയാട്ടി, അവരുടെ അടുത്ത സാഹസികതയ്ക്കായി ഇതിനകം തന്നെ ആകാംക്ഷയോടെ. അവരുടെ വീട്ടുമുറ്റത്ത് എണ്ണിയാലൊടുങ്ങാത്ത നിധികൾ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവരുടെ മുഖത്ത് പുഞ്ചിരിയോടെ അവർ പുസ്തകം അതിന്റെ മറവിലേക്ക് തിരികെ നൽകി. അന്ന് വൈകുന്നേരം അവർ തീൻമേശയ്ക്ക് ചുറ്റും ഒത്തുകൂടിയപ്പോൾ ലില്ലി അവരുടെ സാഹസികത അവളുടെ മാതാപിതാക്കളുമായി പങ്കുവച്ചു. അവളുടെ വാക്കുകൾ അവർ പര്യവേക്ഷണം ചെയ്ത മാന്ത്രിക ലോകത്തിന്റെ ഉജ്ജ്വലമായ ചിത്രങ്ങൾ വരച്ചു.